മൊബൈലിലാണെങ്കിലും ക്യാമറയിലാണെങ്കിലും നല്ല രീതിയിൽ ഫോട്ടോസും വീഡിയോസും എടുക്കാൻ വേണ്ടിയുള്ള കുറച്ച് പോയിന്റുകളാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പം നമുക്കിത് 3 പാർട്ടായിട്ട് ഞാൻ പറയാം. ഒന്ന് ഷോട്ടുകളുണ്ട്, 2 ആംഗിളുകളുണ്ട്, പിന്നെ ക്യാമറ മൂവ്മെന്റ് ഉണ്ട്. ഈ ഷോട്ടും ആംഗിളും ക്യാമറ മൂവ്മെന്റും ചേർന്നാൽ നല്ല വീഡിയോ കിട്ടുള്ളൂ. ഈ ഷോട്ടും ക്യാമറ ആംഗിളും ചേർന്നാൽ നല്ല ഫോട്ടോ കിട്ടും. അപ്പം നമുക്ക് ഷോട്ടുകൾ എന്താണെന്നുള്ളത് ഈ വീഡിയോയിൽ പറയാം. ക്യാമറ മൂവ്മെന്റും ആംഗിളിനെയും അടുത്ത വീഡിയോയിൽ പറയാം. ഷോട്ട് എക്സ്ട്രീം ക്ലോസപ്പ് മിഡ് എന്ന് വെച്ചാൽ മീഡിയം, ലോങ്, എക്സ്ട്രീം ലോങ്, ഇങ്ങനെ 5 എണ്ണമായിട്ടും പറയാം. പിന്നെ അതിനെ വേണേ കുറച്ചുകൂടെ നീട്ടി അതിൻ്റെ ഇടയ്ക്ക് കുറേ ഷോട്ടുകൾ കൂട്ടി വേണേ പറയാം. എന്താണ് എക്സ്ട്രീം ക്ലോസപ്പ് എന്ന് പറയാം? ഇപ്പം നമ്മളൊരു ഒബ്ജക്റ്റിൻ്റെ, ഇപ്പോൾ ഒരു വ്യക്തിയുടെ ആണെങ്കിൽ ചെവി, ഇപ്പോൾ ഒരു ബ്രൈഡിൻ്റെ ആണെങ്കിൽ കമ്മല്, മാല, അല്ലെങ്കിൽ കണ്ണിന്റെ ഭാഗങ്ങൾ, ചുണ്ട്, അങ്ങനെ എടുക്കുന്നതിനാണ് എക്സ്ട്രീം ക്ലോസപ്പ് എന്ന് പറയുന്നത്. ഒബ്ജക്റ്റ് ഏറ്റവും ക്ലോസ് ആയിട്ട്, എക്സ്ട്രീം ക്ലോസ് ആയിട്ട് എടുക്കുന്നതിനാണ് എക്സ്ട്രീം ക്ലോസപ്പ് എന്ന് പറയുന്നത്. പിന്നെ ക്ലോസപ്പ് എന്ന് പറയും. ക്ലോസപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഫേസിന്റെ ഇത്രേ ഭാഗം അല്ലെങ്കിൽ ഒരു ഇത്രേ ഭാഗം, അത്രേ ഭാഗം ഉൾപ്പെടുത്തുന്നതാണ് ക്ലോസപ്പ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ അത് ചെവി, മൂക്കും, കണ്ണും എല്ലാം കാണും. എന്നാൽ വലിയ വൈഡുള്ള ഫ്രെയിമും അല്ല, ഒരാളുടെ ഇത്രേ ഭാഗം. ഞാൻ ബേസിക് ആയിട്ടൊന്ന് പറഞ്ഞു വിടുന്നുള്ളേ ഉള്ളൂ, അല്ല വലിയ ആധികാരികമായിട്ട് പറയുമല്ല. അപ്പം എക്സ്ട്രീം ക്ലോസപ്പ് ആയി ഈ മിഡ് അല്ലെങ്കിൽ മീഡിയം എന്ന് പറയാം. മിഡ് എന്ന് പറഞ്ഞാൽ അതായത് നമുക്ക് അര തൊട്ട് മേളിലോട്ടുള്ളതിനെ മിഡ് എന്ന് പറയാം, അല്ലെ മുട്ട് തൊട്ട് മേളിലോട്ടുള്ള മിഡ് ഷോട്ട് എന്ന് പറയാം. അത് ഒരാളുടെ വെച്ച് നോക്കിയാൽ നമ്മുടെ 2 കൈ തൊട്ട് മേളിലോട്ട് ഇത്ര ഭാഗങ്ങൾ ഉൾപ്പെടുത്തുന്ന രീതിയിൽ എടുക്കുന്നതിന് ഒരു മിഡ് അല്ലെങ്കിൽ മീഡിയം ഷോട്ട് എന്ന് പറയാം. അതിന്റെ ഇടയ്ക്ക് എക്സ്ട്രീം മിഡ്, അല്ലെ മിഡ്, മീഡിയം ക്ലോസപ്പ് എന്നൊക്കെ പറഞ്ഞ കുറെ ഉണ്ട്. പക്ഷെ അതിനൊക്കെ കിടക്കുന്നില്ല. നമുക്ക് അടുത്ത് ലോങ് ഷോട്ട് എന്ന് പറയാം. ലോങ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ വെച്ച് നോക്കിയാൽ ഒരാളുടെ ഫുള്ള് ബോഡി, അതായത് തല തൊട്ട് കാല് വരെ കാണുന്ന രീതിയിലുള്ള ഫോട്ടോ എടുക്കുന്നതിന് ലോങ് ഷോട്ട് എന്ന് വേണേൽ പറയാം. അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് ആണെങ്കിൽ അതിന്റെ ഒബ്ജക്റ്റിന്റെ ആ ഒരു ഫുൾ സംഭവം അതിൻ്റെ അത് ഉൾക്കൊള്ളുന്ന രീതിയിൽ എടുക്കുന്നതിനാണ് ലോങ് ഷോട്ട് എന്ന് പറയുന്നത്. നമുക്ക് 2 പേരെ ഫുള്ളായിട്ട് കാണിക്കാനും അങ്ങനെയുള്ളതൊക്കെ നമുക്ക് ഇതിനകത്ത് വേണേൽ ഉൾപ്പെടുത്താം. ഡീറ്റെയിൽ വീഡിയോ യൂട്യൂബിലുണ്ട്. പിന്നെ വന്ന് എക്സ്ട്രീം ലോങ് എന്ന് പറയും. നല്ല വൈഡ് ഫോട്ടോ എടുക്കുന്നതിനാണ് എക്സ്ട്രീം ലോങ് എന്ന് പറയുന്നത്. അതായത് പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ വരച്ചേക്കുന്നത് ആകാശം, മരം, മല എല്ലാം കൂടെ കൂട്ടി അതിന്റെ മുറ്റത്തിരുന്ന് കളിക്കുന്ന ഒരു ആള് എന്നുള്ള രീതിയിൽ എടുക്കുന്നതിനാണ് നല്ല വൈഡ് ഫോട്ടോ, അതായത് എക്സ്ട്രീം വൈഡ് എന്ന് പറയും. ഇങ്ങനെ ഈ 5 പോയിന്റുകൾ ജസ്റ്റ് നിങ്ങൾ ഫോട്ടോ എടുക്കുമ്പോൾ നിങ്ങൾ ഇതൊന്നും ജസ്റ്റ് മനസ്സിൽ കണ്ടിട്ട് ഫോട്ടോ എടുക്കാൻ കുറച്ചുകൂടെ ക്രിയേറ്റീവായിട്ട് എടുക്കാൻ സാധിക്കും. ഇപ്പോൾ ഒരാളുടെ ഫോട്ടോ, അല്ലെങ്കിൽ ഒരു വീട്ടിൽ ഉള്ള ഒരാളുടെ, നിങ്ങളുടെ തന്നെ ഹസ്ബൻഡിന്റെ അല്ലെ വൈഫിന്റെ ഫോട്ടോ എടുക്കുമ്പോൾ ആദ്യമേ ഒരു ക്ലോസപ്പ്, എക്സ്ട്രീം ക്ലോസപ്പ് ഫോണിൽ എടുക്കാൻ ഇച്ചിരി പാടാണ്. എന്നാലും ക്ലോസപ്പ് എടുക്കുക, മിഡ് എടുക്കുക, ലോങ് എടുക്കുക, എക്സ്ട്രീം ലോങ് എടുക്കുക. എന്നിട്ട് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ആണ്, നല്ല കിഡിലായിരിക്കും. അല്ലെങ്കിൽ ഒരു ക്ലോസപ്പ്, നല്ല ഫേസിന്റെ ക്ലോസപ്പ് എടുക്കുക, പിന്നെ ഒരു ഹാഫ് എടുക്കുക, അല്ലെ മീഡിയം ഷോട്ട് എടുക്കുക, പിന്നെ ഒരു വൈഡ് എടുക്കുക, നല്ല വൈഡ് എടുക്കുക. അപ്പം ഭയങ്കര രസമായിരിക്കും. അല്ല വൈഡ് തന്നെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര മടുപ്പായിരിക്കും. ഇനി അടുത്ത സെക്ഷൻ്റെ അകത്ത് നമുക്ക് ക്യാമറ ആംഗിളിനെ പറ്റിയും കൂടെ പറയാം. അപ്പൊ അത് കുറച്ചും കൂടെ ആൾക്കാർക്ക് പഠിക്കേണ്ടത്, മൊബൈൽ ഫോട്ടോഗ്രാഫിയിൽ ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ പോയിന്റ് ആണ് ക്യാമറ ആംഗിൾ. അത് അടുത്ത വീഡിയോയ്ക്ക് അത് ഉൾപ്പെടുത്താം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ക്യാമറ ആംഗിളുകളെ പറ്റി. പ്രധാനപ്പെട്ട ക്യാമറ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഹൈ ആംഗിൾ, ലോ ആംഗിൾ, ഐ ലെവൽ ആംഗിൾ, ടോപ്പ് ആംഗിൾ, ഡച്ച് ആംഗിൾ, അതുപോലെ ഓവർ ദ ഷോൾഡർ ഷോട്ട്. എല്ലാം ഒന്ന് ഓടിച്ചിട്ട് പറയാം. ഐ ലെവൽ ആംഗിൾ, അതായത് നമ്മുടെ കണ്ണ് കാണുന്ന പോലെ, അതായത് കണ്ണിന്റെ നേരെ ഇങ്ങനെ, ഇപ്പം ഒരു ഒബ്ജക്റ്റ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ എടുക്കണം. അത് ഈ ക്യാമറ ഇങ്ങനെയാണ്, ഇങ്ങനെ എടുക്കണം. ഒരു കൊച്ചു കുട്ടിയാണെങ്കിൽ ഇത് നമ്മൾ നിന്നെടുക്കുമ്പോൾ ഇങ്ങനെ എടുക്കാതുകൊണ്ട് ആ കുട്ടിയുടെ സൈസിലേക്ക് നമ്മൾ ഇരുന്നിട്ട് ഇങ്ങനെ എടുക്കുന്നതിനാണ് ഐ ലെവൽ ആംഗിൾ എന്ന് പറയുന്നത്. ഏത് സംഭവം നമ്മൾ ഇങ്ങനെ നേരെ കറക്റ്റ് ക്യാമറ പിടിച്ചോണ്ട് എടുക്കുന്ന ഐ ലെവൽ ആംഗിൾ എന്ന് പറയും. ഇനി അടുത്താണ് ഹൈ ആംഗിളും ലോ ആംഗിളും. അതായത് നമ്മൾ ക്യാമറ ഇങ്ങനെ പൊക്കി, ഇപ്പോൾ ഒരാൾ നിൽക്കുന്നതാണ്, ക്യാമറ ഇങ്ങനെ പൊക്കിയിട്ട് എടുക്കുന്നതിന് ഹൈ ആംഗിൾ എന്ന് പറയും. അതുപോലെ തന്നെ ഒരാൾ നടന്നു വരുന്നതൊക്കെ എടുക്കുക, നമ്മൾ താഴെ ഇരുന്നിട്ട് താഴെ നിന്ന് എടുക്കുന്നതിന് ലോ ആംഗിൾ എന്ന് പറയും. 2 പേര് കൈ പിടിച്ച് നടന്നു വരുന്നതൊക്കെ എടുക്കാൻ ഏറ്റവും നല്ലത് ലോ ആംഗിൾ എടുക്കുന്നതായിരിക്കും, നേരെ ഇങ്ങനെ എടുക്കുന്നത് കഴിഞ്ഞു. ഇതിപ്പോൾ ഒരു കോമൺ പോസാണ് നമ്മുടെ ഐ ലെവൽ എന്നുള്ളത്. ഹൈ ആംഗിളോ ലോ ആംഗിളോ എടുത്താൽ ഫോട്ടോയുടെ ഒരു പിക്ചർ മാറും. അതാണ് രണ്ടാമത്തെ ആംഗിൾ. അപ്പം ഐ ലെവല്, ഹൈ ആംഗിൾ, ലോ ആംഗിൾ. ഇനി വരുന്നത് ഡച്ച് ആംഗിൾ എന്നുള്ളതാണ്. ഡച്ച് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ, ഇപ്പം ഇത് ക്യാമറയാണെങ്കിൽ ഇങ്ങനെ പിടിക്കുമ്പോൾ ഇങ്ങനെ പിടിക്കും, അതായത് ശകലം ചെരിച്ച് പിടിച്ചിട്ട് എടുക്കുന്നതിനാണ് ഡച്ച് ആംഗിൾ എന്ന് പറയുന്നത്. ഇങ്ങനെ ഫോൺ പിടിച്ചേക്കുന്നെങ്കിൽ ഫോൺ ഇങ്ങനെ ചെരിച്ച് പിടിച്ചെടുക്കുക, അതായത് ഇങ്ങനെയാണ് നമ്മുടെ നോർമൽ ഫോട്ടോ എടുക്കേണ്ടത്. ആ സംഭവം ഒരു ഹാഫ് ഇങ്ങനെ ക്യാമറയാണ് ഇങ്ങനെ ഇരിക്കും, ഫോണാണ് ശകലം ഇങ്ങോട്ട് ചെരിച്ചെടുക്കുന്നതിനാണ് ഡച്ച് ആംഗിൾ എന്ന് പറയുന്നത്. അടുത്തതെന്ന് പറയുന്നത് ടോപ്പ് ആംഗിൾ ആണ്. ടോപ്പ് ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹെലിക്യാം ഒക്കെ കാണുന്ന ആംഗിൾ, നേരെ മേളിൽ നിന്ന് എടുക്കുന്നത്. നമ്മൾ ചിലപ്പോൾ ഒരു ഫോട്ടോഗ്രാഫർ ഒരു ബിൽഡിങ്ങിന്റെ മേളിൽ കയറിയിട്ട് താഴെ പാർട്ടിയെ നിർത്തിയിട്ട് ഇങ്ങനെ എടുക്കുന്നതിനാണ് ടോപ്പ് ആംഗിൾ എന്ന് പറയുന്നത്. പ്രധാനമായിട്ട് ഹെലിക്യാമിലാണ് ഹൈ ആംഗിൾ എടുക്കുന്നത്. പിന്നത്തെ വരുന്നത് ഓവർ ദ ഷോൾഡർ ഷോട്ട് എന്ന് പറയും. ഷോട്ട് എന്ന് പറയുമെങ്കിലും അതൊരു ആംഗിൾ തന്നെയാണ്, ക്യാമറ ആംഗിളാണ്. അപ്പോൾ 2 പേര് സംസാരിക്കുമ്പോൾ ഈ നമ്മുടെ ഷോൾഡറിന്റെ ഇവിടെ നിന്ന് ക്യാമറ ഇങ്ങനെ വെച്ചിട്ട് ഇത്രേ ഭാഗം ഫോക്കസ് ആയിട്ട് ആക്കിയിട്ട് ഇവിടെ നിൽക്കുന്ന ഒബ്ജക്റ്റിനെ ഫോക്കസ് ചെയ്തതിനാണ് ഓവർ ദ ഷോൾഡർ ഷോട്ട് എന്ന് പറയുന്നത്. വീഡിയോഗ്രാഫിക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സംഭാഷണങ്ങൾ, 2 പേര് തമ്മിലുള്ള സംഭാഷണങ്ങൾ. ഇപ്പോൾ ഒരാൾ ഇവിടെ നിൽക്കുമ്പോൾ അടുത്ത ആൾ ഇപ്പുറം നിൽക്കും, എന്നിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഈ ആളുടെ ഷോൾഡറിന്റെ സൈഡിൽ കൂടി എടുക്കുന്നതിന് ഓവർ ദ ഷോൾഡർ ഷോട്ട് എന്ന് പറയുന്നത്. ഇത്രയൊക്കെയാണ് പ്രധാനപ്പെട്ട ഷോട്ടുകൾ. അപ്പോൾ ക്യാമറ ആംഗിളുകളും ഈ ഷോട്ടുകളും കൂടെ നോക്കിയിട്ട് നമ്മൾ നല്ല ക്രിയേറ്റീവായിട്ട് ഫോട്ടോസ് എടുക്കാൻ സാധിക്കും. ഡീറ്റെയിൽ വീഡിയോ യൂട്യൂബിലുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ
ക്ലോസപ്പ് ഷോട്ട് ഹൈ ലെവലിൽ എടുക്കുന്നു, ക്ലോസപ്പ് ഷോട്ട് ഹൈ ആംഗിൾ എടുക്കുന്നു, ക്ലോസപ്പ് ഷോട്ട് ലോ ആംഗിൾ എടുക്കുന്നു, മിഡ് ഷോട്ട് ഹൈ ലെവലിൽ എടുക്കുന്നു, ഹൈ ആംഗിൾ എടുക്കുന്നു, ലോ ആംഗിൾ എടുക്കുന്നു, ഷോർട്ട് ആംഗിൾ അങ്ങനെ ശ്രദ്ധിച്ച് അത് നമ്മൾ പ്രാക്ടീസിലൂടെ നമ്മൾ വരും. ഇത് മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ഷോർട്ട് ആംഗിളും എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കുക ഫോട്ടോഗ്രാഫിക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. വീഡിയോഗ്രാഫിക്ക് ഷോർട്ടും ആംഗിളും ക്യാമറ മൂവ്മെന്റുകളും കൂടിയാണ് വീഡിയോഗ്രാഫി വരുന്നത്. ഈ അടുത്തത് പറയാൻ പോകുന്നത് ക്യാമറ മൂവ്മെന്റുകളെ പറ്റിയിട്ടാണ്. അതായത് വീഡിയോഗ്രാഫിക്കാണ് ഈ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ്. വീഡിയോഗ്രാഫിക്കുള്ള സംഭവമാണ് ക്യാമറ മൂവ്മെന്റ്സ്. അതായത് ഒന്നാമത്തെ ക്യാമറ മൂവ്മെന്റ് പറഞ്ഞാൽ പാനിങ് എന്ന് പറയും. ഇപ്പോൾ ഒരു ഒബ്ജക്റ്റ് ഇങ്ങനെ ഇരിക്കുവാണെന്നുണ്ടെങ്കിൽ ഇതിനെ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ വട്ടം കറക്കി, അതായത് സ്റ്റാർട്ട് തൊട്ട് ഇവിടം വരെ ഇങ്ങനെ എടുക്കുക. അതൊരു 3 സെക്കൻഡെങ്കിലും ഒരു മിനിമം ഒരു ക്ലിപ്പ് കാണണം. അങ്ങനെയാണ് പാനിങ് എന്ന് പറയുന്നത്. ഇങ്ങോട്ടോ ഇങ്ങോട്ടോ എടുക്കാം. ടിൽറ്റിംഗ് എന്ന് പറഞ്ഞാൽ ക്യാമറ ഇങ്ങനെ വെച്ച് ക്യാമറ ഇങ്ങനെ താഴോട്ട് എടുക്കുന്നതിനാണ് ക്യാമറ ടിൽറ്റിംഗ് എന്ന് പറയുന്നത്. ഇത് പാനിങ്, ഇത് ടിൽറ്റിങ്, ഇങ്ങനെ മേളിൽ നിന്ന് താഴോട്ട് എടുക്കുന്ന ടിൽറ്റിങ്. അതുപോലെ തന്നെ പിന്നെ വരുന്നതാണ് സൂമിങ്. ഇങ്ങനെ സൂം ചെയ്യുക, ഇങ്ങനെ സൂം കുറയ്ക്കുക. അത് നമ്മുടെ ഫോണിൽ ഇങ്ങനെ സൂം ചെയ്യുന്ന സൂം ഷോട്ടുകളാണ്. സൂം കുറയ്ക്കുന്ന, സൂം ഔട്ട് ചെയ്യുക. അത് നമ്മുടെ ഈ സിനിമയ്ക്കകത്തൊക്കെ ഒരു ട്രെയിലൊക്കെ വെച്ച് തള്ളിക്കൊണ്ടെടുക്കുന്ന ട്രെയിലർ ഷോട്ട് എന്നൊക്കെ പറയും. പിന്നെ കുറേ സംഭവങ്ങൾ ഇപ്പം ഇത് പ്രധാനമായിട്ടും ഈ പാനിങ്ങും ടിൽറ്റിങ്ങും ഒക്കെ ചെയ്യുന്ന ട്രൈപ്പോഡെ ക്യാമറ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഒരു ഇതേ വെച്ചിട്ടാണ് നമ്മളിങ്ങനെ ടിൽറ്റ് ചെയ്യുക, പാൻ ചെയ്യുക, സൂം ചെയ്യുന്നതിന് ഇങ്ങനെ സൂം ചെയ്യുക ഒക്കെ ചെയ്യുന്നത്. ക്യാമറ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഷോട്ട്, ആംഗിള്, ക്യാമറ മൂവ്മെൻറ്റ് ഇത്രയും കൂടെ ചേർന്നാണ് വീഡിയോഗ്രാഫി. അത് കറക്റ്റായിട്ട് യൂസ് ചെയ്താൽ നല്ല വിഷ്വൽ ഫോട്ടോസും നല്ല വീഡിയോസും എടുക്കാൻ സാധിക്കും. അതായത് ഇപ്പം ജസ്റ്റ് ഒരു ഒബ്ജക്റ്റിൻ്റെ ഒരു പാൻ ഷോട്ട് ആദ്യമേ എടുക്കണം. ഇങ്ങനെ ഒരു ആപ്പിൾ എവിടെ ഇങ്ങനെ കൈയിരിക്കുകയാണെങ്കിൽ ആപ്പിളിൻ്റെ ഒരു എക്സ്ട്രീം ക്ലോസപ്പ്, അതായത് ആപ്പിളിൽ ഒരു വെള്ളത്തുള്ളി ഇരിക്കുന്നത് അല്ലെങ്കിൽ വെള്ളത്തുള്ളി വീഴുന്നതായിട്ട് എക്സ്ട്രീം ക്ലോസപ്പ് എടുക്കണം ആദ്യമേ. അല്ലെങ്കിൽ ഒരു ഉറുമ്പ് ആപ്പിളെ കൂടെ കയറി പോകുന്നതിൻ്റെ നല്ല എക്സ്ട്രീം ക്ലോസപ്പ് എടുക്കുക. അപ്പം നമ്മുടെ വീഡിയോഗ്രാഫിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വീഡിയോഗ്രാഫിയിലുള്ള ആ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഉറുമ്പ് നടന്നു പോകുന്നുണ്ടെങ്കിൽ ക്യാമറയ്ക്ക് മൂവ്മെൻറ്റ് കൊടുക്കണമെന്നില്ല. സമയം ഒബ്ജക്റ്റ് ഫ്രീസ് ആണെന്നുണ്ടെങ്കിൽ ക്യാമറയ്ക്ക് മൂവ്മെൻറ്റ് കൊടുക്കണം. അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഇപ്പോൾ ഒരു ആപ്പിളെ കൂടെ ഉറുമ്പ് കയറി പോകുന്ന എക്സ്ട്രീം ക്ലോസപ്പ് എടുത്ത് വെച്ച് അപ്പോൾ ഉറുമ്പിന് മൂവ്മെൻറ്റ് ഉള്ളതുകൊണ്ട് നമ്മൾ ക്യാമറ മൂവ് ചെയ്യണമെന്നില്ല. അല്ലെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒരു സൂം ഔട്ട് വയ്യെ കൊടുക്കാം. അപ്പോൾ അത് വൈഡിലേക്ക് വയ്യെ മാറും. അപ്പം അങ്ങനെ വേണേൽ എടുക്കാം. അല്ലെങ്കിൽ ആപ്പിൾ ഒരു 5 ആപ്പിൾ കൂടിയിരിക്കുന്നതിൻ്റെ ഒരു പാൻ ഷോട്ട് എടുക്കാം. അപ്പോൾ അത് ക്യാമറ ഹൈ ലെവലിൽ ഇരിക്കുന്നു, അല്ലെ ഹൈ ലെവൽ ഇപ്പം ഇങ്ങനെ ആപ്പിൾ ഒരു ടേബിളിൽ ഇരിക്കുകയാണെങ്കിൽ ആപ്പിളെ ഇത് ഹൈ ലെവലിൽ ആ ക്യാമറ ഇരിക്കുന്നു, വൈഡ് ആംഗിളാണ് കൊടുത്തേക്കുന്നത്. ഇപ്പോൾ 5 ആപ്പിളിൽ ഒരുമിച്ച് കാണിക്കുന്നെങ്കിൽ അത് വൈഡാവും. വൈഡ് ആംഗിൾ ഒന്ന് പാൻ ചെയ്ത് കാണിക്കാം. എക്സ്ട്രീം ലോങ് ആയി ഹൈ ലെവൽ ക്യാമറയായി ഒരു പാനിങ് ഷോട്ടായി, അതിലെ ഒരു ടിൽറ്റിംഗ് ഷോട്ടായി. ഇത് മൂന്നും കൂടെ യോജിപ്പിച്ച് വീഡിയോയോ ഫോട്ടോയോ എടുക്കുന്നതിനാണ് ക്രിയേറ്റീവായിട്ട് വീഡിയോഗ്രാഫി അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത്. നിങ്ങളുടെ മൊബൈലിലാണെങ്കിലും ഒരു ക്യാമറയിലാണെങ്കിലും ഫോട്ടോയോ വീഡിയോ എടുക്കുമ്പോൾ ഈ പറഞ്ഞ ഷോട്ട്, ആംഗിള്, ക്യാമറ മൂവ്മെൻറ്റ് ഇവ ശ്രദ്ധിച്ചെടുത്താൽ നല്ല കിട്ടില്ല ഫോട്ടോസും വീഡിയോസും എടുക്കാൻ സാധിക്കുന്നതാണ്.